പുരസ്കാര നേട്ടത്തിൽ സന്തോഷം പങ്കുവെച്ച് താരങ്ങൾ. കിട്ടാത്തവർക്ക് അടുത്ത വർഷം കിട്ടട്ടെ എന്ന് മമ്മൂട്ടി പറഞ്ഞു. പ്രതീക്ഷിച്ചത് മികച്ച നടനുള്ള പുരസ്കാരമെന്നും മമ്മൂട്ടിക്ക് കിട്ടിയതിൽ സന്തോഷമുണ്ട് എന്നുമായിരുന്നു പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹനായ ആസിഫ് അലിയുടെ പ്രതികരണം. എൻ്റെ കൂടെ പുരസ്കാരങ്ങൾ നേടിയ എല്ലാവർക്കും, ആസിഫിനും ടോവിനോയ്ക്കും കൺഗ്രാജുലേഷൻസ്. ഷംല ഹംസയ്ക്ക്, ഇവിടെ സിദ്ധാർത്ഥ് ഭരതൻ, സൗബിനും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അമൽ നീരദ് ടീമിന് അഭിനന്ദനങ്ങൾ. മഞ്ഞുമൽ ബോയ്സ് ടീമിന് അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും അവാർഡ് കിട്ടിയവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കിട്ടാത്തവർ അടുത്ത പ്രാവശ്യം കിട്ടും. പുരസ്കാര നിറവിന്റെ സന്തോഷം പങ്കുവെക്കുന്നതിനൊപ്പം ഇത്തവണ കിട്ടാത്തവർക്ക് അടുത്ത തവണ കിട്ടട്ടെ എന്നും മമ്മൂട്ടിയുടെ ആശംസ. താനും പുതിയ തലമുറയാണെന്നും മമ്മൂട്ടി. പുതുതലമുറയാണ് ഇത്തവണ അവാർഡ് മുഴുവൻ കൊണ്ടുപോയിരിക്കുന്നത്. ഞാനെന്താ പഴയതാണോ? ഞാനും ഈ തലമുറപ്പെട്ട ആളല്ലേ. തുടക്കക്കാരി എന്ന നിലയിൽ അവാർഡ് പ്രചോദനമെന്ന മികച്ച നടിക്കുള്ള അവാർഡ് നേടിയ ഷംല ഹംസ 24നോട്. അവാർഡിന്റെ റിസൾട്ട് വന്നപ്പം ഒരുപാട് സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ആൻഡ് ഈ ഒരു അവാർഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സിനിമയ്ക്കും ഞങ്ങളെ ക്രൂവിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു അവാർഡാണ്. അംഗീകാരങ്ങളെല്ലാം റിയൽ മഞ്ഞുമൽ ബോയ്സിന് കൂടി സമർപ്പിക്കുന്നെന്ന മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം നേടിയ സൗബിൻ ഷാഹിർ. വളരെയധികം സന്തോഷം. കാരണം ഇത്രയധികം അവാർഡ് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമ്മളൊരു ടീം വർക്കിനെ എല്ലാ രീതിയിലും അംഗീകരിച്ചതിൽ വളരെയധികം സന്തോഷം. ആഗ്രഹിച്ചത് മികച്ച നടനുള്ള പുരസ്കാരമെന്നും ഇനിയും ശ്രമിക്കാനുള്ള പ്രചോദനമെന്നും പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹനായ ആസിഫ് അലി. സന്തോഷം തന്നെയാണ്. അങ്ങനെ എന്താ എടുത്ത് പറയേണ്ടതെന്ന് എനിക്കും അറിയില്ല. കാര്യം കഴിഞ്ഞൊരു 4-5 ദിവസമായിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു നിന്നത്. ഇതിങ്ങനെ 3 പ്രാവശ്യം പോസ്റ്റ്പോൺ ചെയ്തു. അപ്പോൾ ഓൾറെഡി ഇതിന്റെ ഫൈനൽ ലിസ്റ്റിൽ മമ്മൂക്കയുടെ കൂടെ പേര് കണ്ടപ്പോൾ മുതൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാര്യം ഞാൻ ആഗ്രഹിച്ചതിന്റെ ഏറ്റവും പീക്കാണ് ആ കണ്ട നോമിനേഷൻ തന്നെ. വളരെ സന്തോഷമെന്നും എല്ലാം ഒരു ബോണസാണെന്നും പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹയായ ജ്യോതിർമയി. സന്തോഷം എല്ലാം എനിക്കൊരു ബോണസ് ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കുറേ നാളിന് ശേഷം എനിക്കൊരു നല്ലൊരു പ്രൊജക്റ്റ് ചെയ്യാൻ അവസരം കിട്ടി. അതിൽ ഇങ്ങനെ ഒരു റെക്കഗ്നിഷൻ കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു ബോണസ് തന്നെയാണ്, ഒരു വലിയൊരു അംഗീകാരമാണ്. അവാർഡ് അച്ഛന് സമർപ്പിക്കുന്നുവെന്ന് ഗായകനായ KS ഹരിശങ്കർ. വളരെ സന്തോഷം എനിക്കത് പാടാൻ സാധിച്ചതിൽ. കിളിയെന്ന് പറഞ്ഞ പാട്ട്, അതുപോലെ ഇതിൽ ഈ പാട്ടിൽ വർക്ക് ചെയ്ത എല്ലാ മ്യൂസീഷ്യൻസും, പിന്നെ എൻ്റെ കുടുംബം, എൻ്റെ ഗുരുക്കന്മാർ, പിന്നെ ഈ അവാർഡ് ആദ്യമായിട്ട് കിട്ടുന്നതിൻ്റെ ആയിട്ടുള്ളൊരു ടെൻഷനും എല്ലാം ഉണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഒരിക്കലും. പാട്ടുപാടി സന്തോഷം പങ്കുവച്ച് ഗാനരചയിതാവിനുള്ള പുരസ്കാരം നേടിയ റാപ്പർ വേടൻ. ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല, സന്തോഷത്തിലാണ്. കാണ്ട മൃഗത്തിന്റെ തോലിടാ, അഴുക്കിൽ പിറന്നവരാണടാ, അഴിമുഖങ്ങൾ നീന്തുന്ന ആളിടാ, പകല് പറന്നങ്ങ് പോയടാ, ഇരവ് നമുക്കുള്ളതാണടാ. എന്റർടൈൻമെന്റ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.